നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പരമപവിത്രമായ മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗ യോഗം. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ഈ ലോകത്തിൽ സർവപദാർത്ഥങ്ങളും നിർമ്മിതമായിരിക്കുന്നത് ഈ രണ്ട് സ്വഭാവ വിശേഷങ്ങളോടുകൂടിയാണ്. ചിലരിൽ ദൈവീ സമ്പത്ത് ഏറിയിരിക്കും, ചിലർ ആസുരീ സമ്പത്തിൽ ഏറിയിരിക്കും എന്നുള്ള ഭേദമേയുള്ളൂ. അതനുസരിച്ച് അവരുടെ ഈ പ്രപഞ്ചത്തിലുള്ള പ്രവൃത്തികളും അനുഭവങ്ങളും എല്ലാം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആസുരീ സമ്പത്തിനെ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ നിന്നിട്ട് ദൂരേക്ക് നിവാരണം ചെയ്ത് ദൈവീ സമ്പത്തിനെ വളർത്തുകയാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. ദൈവീ സമ്പത്ത് വളർന്നാൽ മാത്രമേ മനസ്സിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ള സർവ ചരാചരങ്ങളെയും താൻ തന്നെയായി തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനും അവയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. മനുഷ്യരുടെ ജീവരാശിയുടെ ഉദ്ഗതിക്ക് ആസ്പദം ദൈവീ സമ്പത്തിൻ്റെ വളർച്ചയാണ്. അതിന് വേണ്ടുന്നതായ അറിവ് നമുക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം ഭഗവത്ഗീതയിൽ വ്യാസഭഗവാൻ നിബന്ധിച്ചിരിക്കുന്നത്. അതിൽ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളും ആസുരി സമ്പത്തിൻ്റെ സവിശേഷതകളും അദ്ദേഹം സവിസ്തരം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളാണ് നമ്മുടെ ചർച്ചയുടെ ഇപ്പോഴത്തെ വിഷയം. അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി. ഇങ്ങനെ ആ ദൈവീ സമ്പത്തിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. അതിൽ യജ്ഞം കഴിഞ്ഞ് തപസ്, സ്വാധ്യായം, തപസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുടെ വിഷയം. സ്വാധ്യായവും നമ്മൾ കഴിഞ്ഞു. തപസ് എന്നുള്ളതായ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതയെ നാം അർജുന തപസ്സിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കിരാതം എന്നു പേരായ കഥയിലൂടെ വളരെ പ്രഖ്യാതമാണത്. കഥകളിയുടെ രൂപത്തിലും ഓട്ടംതുള്ളലിൻ്റെ രൂപത്തിലുമെല്ലാം ഈ കഥ നമ്മുടെ മുന്നിൽ രംഗവേദിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി. അങ്ങനെ നമുക്കെല്ലാം സുപരിചിതമാണ് കിരാതം എന്നുള്ള കഥ. അർജുനൻ പാശുപതാസ്ത്രലബ്ധിക്ക് വേണ്ടിയിട്ട് വ്യാസഭഗവാന്റെ നിർദ്ദേശം യുധിഷ്ഠിരനിലൂടെ ലഭിച്ചതനുസരിച്ച് ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് കൈലാസ സാനുക്കളിൽ എത്തിച്ചേരുന്നതും
ഭഗവാനെ കാണുന്നതും ആദ്യം തിരിച്ചറിയാതെ കാട്ടാളനെന്ന് ധരിച്ചിട്ട ഭഗവാനോട് കയർത്ത് യുദ്ധം ചെയ്യുന്നതുമൊക്കെ നാം കണ്ടു കഴിഞ്ഞു. ഭഗവാനോട് ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ അർജുനന് അതുവരെ ഉണ്ടായിട്ടില്ലാത്തതായ അനുഭവമുണ്ടായി, പരാജയം. അർജുനൻ എപ്പോഴും വിജയിക്കുന്നവനാണ്, അതുകൊണ്ട് വിജയൻ എന്ന് അദ്ദേഹത്തിന് പേര്. ആദ്യമായിട്ട് അദ്ദേഹത്തിന് പരാജയമുണ്ടായി, അതിൽ അങ്ങേയറ്റം ലജ്ജിതനും ദുഃഖിതനുമായി. ആ പരാജയം ഭീമമായിരുന്നു. തളർന്ന് തകർന്ന് ഭൂമിയിൽ വീണു, ഏറെ നേരം അങ്ങനെ കിടന്നു. എന്നിട്ടാണ് മെല്ലെ ജീവൻ വെച്ച് അർജുനൻ എണീറ്റ് വരുന്നത്. ആ ശക്തി കുറേശ്ശെ കിട്ടിത്തുടങ്ങിയപ്പോഴേക്കും തല ഉയർത്തി. തനിക്കുണ്ടായ പരാജയത്തിൽ ദുഃഖിച്ചു. ഭഗവാന്റെ രൂപത്തെ, ശിവലിംഗത്തെ മണ്ണുകൊണ്ട് തൻ്റെ കൺമുന്നിൽ നിർമ്മിച്ചിട്ട് അതിൽ പുഷ്പമാല്യം സമർപ്പിച്ചു. ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്നതായിരുന്നു ആ പുഷ്പമാല്യം. ശിവലിംഗത്തിൽ ആ പുഷ്പമാല്യം ചാർത്തുമ്പോഴേക്കും അർജുനൻ അത്ഭുതപ്പെട്ടു പോയി. അത് കാണപ്പെടുന്നത് തന്നോട് യുദ്ധം ചെയ്ത ആ കാട്ടാളന്റെ ശിരസ്സിലാണ്. അർജുനന്റെ ചിന്താശക്തിയെ അത് പ്രോജ്വലിപ്പിച്ചു. അർജുനൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാദേവനാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. സാക്ഷാൽ മഹാദേവൻ അർജുനന് തന്നെ നേരെ കാണാനുള്ളതായ ദിവ്യ ചക്ഷുസ് നൽകി. മാനുഷമായ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ നേരിട്ട് ഭഗവാന്റെ ഐശ്വര്യമായ രൂപത്തെ കാണാനാവില്ല. ദിവ്യചക്ഷുസ് നേടണം. അത് തപസ്സുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഉള്ളിലുള്ള ആസുരീ സമ്പത്തിനെ ദൂരീകരിച്ചിട്ട് ദൈവീ സമ്പത്ത് നാം എപ്പോഴാണോ നേടിയെടുക്കുന്നത്, അപ്പോഴാണ് സാത്വിക ഗുണത്തിൻ്റെ വർധനവിലാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളാകുന്ന ഹിമാലയ പർവ്വതത്തിലെ കൈലാസ ശിഖരത്തിൽ കുടികൊള്ളുന്ന സാക്ഷാൽ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പാർവതീ സമേതനായി തൻ്റെ അനുചരന്മാരോടൊപ്പം പ്രത്യക്ഷപ്പെടുക. അതുവരെ അർജുനന്റെ മുമ്പിൽ നിന്നത് ആ മഹാദേവൻ തന്നെയായിരുന്നു. പക്ഷേ അർജുനന്റെ മനസ്സിൽ അഹന്ത വിശേഷിച്ചിരുന്നതുകൊണ്ട് സാക്ഷാൽ മഹാദേവൻ അദ്ദേഹം കാട്ടാളനായി കണ്ടു. നാം ഇപ്പോൾ മഹാദേവനെയാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നത്, പക്ഷേ അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. മഹാദേവനെ നമ്മൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളായി, ലോകപദാർത്ഥങ്ങളായി തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉള്ള രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രഭാവത്താലാണ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ സച്ചിദാനന്ദ സ്വരൂപത്തെ ആ പ്രകാരത്തിൽ തിരിച്ചറിയാനാകാതെ ഇങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വിവിധ പ്രപഞ്ച പദാർത്ഥങ്ങളായി നാം കാണുന്നത്. അങ്ങനെ നാം അവയിൽ ചിലതിനെ സ്നേഹിക്കുകയും ചിലതിനെ വിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനനുസരിച്ച് നാം പ്രതികരിക്കുന്നു. ഈ ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ സ്വഭാവവിശേഷങ്ങളാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ളത് സാക്ഷാൽ മഹാദേവൻ തന്നെ, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മം. അത് തിരിച്ചറിയണമെങ്കിൽ ഉള്ളിലെ രജസും തമസും മാഞ്ഞ് അവിടെ സത്വഗുണം നിറയണം. അതിനു വേണ്ടിയിട്ടുള്ളതായ അനുഗ്രഹമാണ് ഭഗവാൻ ആ യുദ്ധത്തിലൂടെ അർജുനന് നൽകിയത്. അർജുനന്റെ അഹന്തയെ ശമിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഹന്തയ്ക്ക് കാരണമായിരിക്കുന്ന രജസിനെയും തമസിനെയും ദൂരീകരിക്കുക. അർജുനൻ മനസ്സിലാകുന്ന പ്രകാരത്തിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ അർജുനന് അത് നൽകിയത്. ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിലാണ് ഭഗവാൻ ഈ ജ്ഞാനത്തെ പകരുക. തനിക്ക് ഭഗവാനെ കാണണം, അദ്ദേഹത്തിൽ നിന്നിട്ട് അനുഗ്രഹം സ്വീകരിക്കാൻ സാധിക്കണം എന്നുള്ള ഉത്കടമായ അഭിവാഞ്ചയോടുകൂടി ഭഗവത് ദർശനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ അതിനുള്ളതായ യോഗ്യത അവർക്ക് വരുത്തിക്കൊടുത്ത ഭഗവാൻ തൻ്റെ ഐശ്വര്യമായ രൂപത്തെ കാണാനുള്ള അവസരം നൽകും.
അർജുനൻ മനസ്സിലാകുന്ന രൂപം ഇതാണ്. ആ അഹന്ത പോകണമെങ്കിൽ ഇതേ സാധിക്കുള്ളൂ. അങ്ങനെ അർജുനന് ഭഗവാൻ തൻ്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട്, ആ ദിവ്യചക്ഷസ് കൊണ്ടാണിത് കാണാൻ കഴിഞ്ഞത്, ഭഗവാന്റെ ആ ഐശ്വര്യരൂപത്തെ. അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് അർജുനൻ ഭഗവാനെ സ്തുതിക്കാനായി തുടങ്ങി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഭക്തി നിർഭരമായിരിക്കുന്ന സ്തോത്രമാണ് അർജുനൻ്റെ നാവിൽ നിന്നിട്ട് അനർഗളമായി പ്രവഹിക്കുന്നത്. അത് ഉപനിഷത്താണ്. ഉപനിഷത്തുകൾ ഈശാവാസ്യാദികളായ ആ മന്ത്ര സമൂഹങ്ങൾ നമുക്ക് പരിചിതമാണ്. ആ മന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായ അല്ലെങ്കിൽ അനുഭവപ്പെടുത്തി തരുന്നതായ ബ്രഹ്മതത്വം, അതാണ് മന്ത്രങ്ങളുടെ പ്രത്യേകത. അത് നമുക്കിവിടെ അർജുനൻ്റെ ഈ സ്തോത്രത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. കബർദിൻ സർവദേവേശ ഭഗനേത്ര നിപാതന ദേവദേവ മഹാദേവ നീലഗ്രീവ ജടാധര എന്നിങ്ങനെ ആരംഭിക്കുന്ന ആ സ്തോത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഏതാനും ഭാഗം കണ്ടു. അജേയസ്ത്വം ത്രിഭിർലോകൈഹി സദേവാസുരമാനുഷൈഹി. അല്ലയോ ഭഗവാനെ, ഈ 3 ലോകവും ഒരുമിച്ച് ചേർന്നിട്ട് അങ്ങയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അങ്ങയോട് ഏറ്റുമുട്ടിയാൽ പോലും അങ്ങയെ തോൽപ്പിക്കാനാവില്ല. ഈ 3 ലോകങ്ങളാലും അപരാജിതനാണങ്ങ്. കാരണം വളരെ വ്യക്തമല്ലേ? ഈ ലോകങ്ങളെല്ലാം എവിടെ ഉണ്ടാകുന്നു? ആ മഹാദേവനിലുണ്ടാകുന്നു. ഈ ലോകങ്ങൾ എവിടെ നിലനിൽക്കുന്നു? ആ മഹാദേവനിൽ നിലനിൽക്കുന്നു. ഈ ലോകങ്ങൾ എവിടെ ലയിക്കുന്നു? ആ മഹാദേവനിൽ ലയിക്കുന്നു. ഈ ലോകങ്ങളുടെ മികവുകളെല്ലാം ആരിൽ നിന്നാ വന്നേ? ആ മഹാദേവനിൽ നിന്നാ വന്നേ. അങ്ങനെ മഹാദേവന്റെ മികവുകളുടെ ഒരു നേരിയൊരു അംശമാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ പ്രഭാമയമാക്കുന്നത്. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാലും മഹാദേവന്റെ മുന്നിൽ ഒന്നുമാകുന്നില്ല. അഹന്ത കൊണ്ട് പലരും തനിക്ക് മഹാദേവനോട് യുദ്ധം ചെയ്യാം എന്നൊക്കെ കരുതും. മഹാദേവനെ പറ്റി പല പ്രകാരത്തിലുള്ളതായ അസംബന്ധ വചനങ്ങളെല്ലാം പൊഴിക്കും. ഇതൊക്കെ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മഹാദേവനോട് യുദ്ധം ചെയ്യാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒരുമിച്ച് വിചാരിച്ചാൽ സാധ്യമല്ല. അതാണ് അർജുനൻ പറയുന്നത്. ഞാൻ എൻ്റെ ബുദ്ധിഹീനത കൊണ്ട് അങ്ങയെ തിരിച്ചറിയാതെ കണ്ട് അങ്ങയെ തോൽപ്പിക്കാമെന്ന് കരുതി ഒരു കാട്ടുപന്നിയുടെ പുറത്ത് അമ്പെയ്തതിൻ്റെ പേര് പറഞ്ഞ് അങ്ങയോട് യുദ്ധം ചെയ്തു. എന്നിട്ടുണ്ടായതായ അനുഭവമോ, ഇത്രയും കാലം വിശ്വവിജയിയായിരുന്ന അർജുനൻ ഇതാ ആദ്യമായിട്ട് തോറ്റിരിക്കുന്നു. എനിക്കെന്നല്ല, ലോകത്തിന് മുഴുവനും അങ്ങ് ഒരിക്കലും കീഴടങ്ങുന്നവനല്ല. അങ്ങയുടെ ശക്തി അപരിമിതമാണ്. അജേയസ്ത്വം ത്രിഭിർലോകൈഹി സദേവാസുരമാനുഷൈഹി. മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് യുദ്ധം ചെയ്താലും, മുഴുവൻ ദേവന്മാരും ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് യുദ്ധം ചെയ്താലും, മുഴുവൻ അസുരന്മാരും ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് യുദ്ധം ചെയ്താലും അങ്ങയെ പരാജയപ്പെടുത്താനാവില്ല. അതാണല്ലോ നമ്മൾ സ്തോത്രങ്ങളിലൂടെ കേൾക്കുന്നത്. സ്മരാന്തകം, പുരാന്തകം, ഭവാന്തകം, മഖാന്തകം, ഗജാന്തക, അന്ധകാന്തകം, തമന്തകാന്തകം ഭജേ. ഭഗവാൻ അങ്ങനെയൊക്കെയുള്ളതാണ്. സ്മരാന്തകനാണ്. കാമദേവനെ തൻ്റെ തൃക്കണ്ണിൽ ദഹിപ്പിച്ചയാളാണ് അദ്ദേഹം. പാർവതി വിവാഹ കഥ നമുക്കെല്ലാവർക്കും അറിയാം. പുരാന്തകം, ത്രിപുരന്മാരെ ദഹിപ്പിച്ചവൻ, തൻ്റെ നേത്രങ്ങളിൽ നിന്ന് പറന്നു വീഴുന്ന ആ അഗ്നിജ്വാലയാൽ. ഭവാന്തകം, ഭവനെ സംഹരിച്ചയാള്, അദ്ദേഹത്തിൻ്റെ അഹന്തയെ ദൂരീകരിച്ചയാള്. മഖാന്തകം, ദക്ഷന്റെ യജ്ഞശാലയെ മുടിച്ചയാൾ. ഗജാന്തകം, ഗജത്തിന്റെ രൂപത്തിലെ പാഞ്ഞു വന്നതായ ഗജാസുരനെ സംഹരിച്ചിട്ട് അവന്റെ അഹന്തയെ തീർത്തവൻ. അന്ധകാന്തകം, അന്ധകൻ എന്നുപേരായ അസുരനെ സംഹരിച്ചവൻ. തം അന്ധകാന്തകം ഭജേ. അന്ധകനായിരിക്കുന്ന, ലോകത്തിന് മുഴുവൻ അന്ധകനായിരിക്കുന്നത് കാലനാണ്. ആ കാലനും അന്ധകനായിരിക്കുന്ന മഹാദേവൻ, അദ്ദേഹത്തെ ഞാനിതാ ഭജിക്കുന്നു എന്ന്
ശിവതാണ്ഡവ സ്തോത്രം. രാവണകൃതമാണ് ശിവതാണ്ഡവ സ്തോത്രം എന്നാണ് പ്രസിദ്ധി.